വയനാട് പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള കേരളത്തിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് ബി.ജെ.പി. നേതാവും പരിസ്ഥിതി പ്രവർത്തകയുമായ മേനകാ ഗാന്ധി. കടുവയെ വെടിവെച്ച് കൊല്ലരുതെന്ന് കേന്ദ്ര ഉത്തരവ് നിലവിലുണ്ട്. കേരളത്തിന്റെ നടപടി നിയമലംഘനമാണെന്നും മേനകാ ഗാന്ധി 24-നോട് പറഞ്ഞു. No tiger can be issued a shoot to kill order. So Kerala is as usual breaking the law. You can capture the tiger, you cannot kill it. That is the order of the government of India. In Kerala, you like killing. Whether it's elephants or tigers or wild boar or dogs, you like killing. But there are laws in India to stop this. The tiger is a national treasure. This tiger is an old tiger. She can easily be captured. So therefore, effort must be made to capture. Human-wildlife conflict is there because you keep taking the wildlife areas, the intrusion into the forest. The farmers are almost all their land are taken from the forest. And plus you have been killing all the tigers' food. Every farmer is killing wild boar. If you let the tigers eat the wild boar, then they would not be coming out, na beta. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഇവിടെ ഒരു വീട്ടമ്മയെ കൊലപ്പെടുത്തി പകുതി ഭക്ഷിച്ചു പോയ കടുവയാണ് ഇന്ന് RRT സംഘത്തിന് നേരെ, ആ ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുത്ത. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഒരു വനപാലകൻ, കൈക്ക് പരിക്കുകളുമായി. നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അവർക്ക് ജീവിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനിടയിലാണ് മേനകാ ഗാന്ധിയുടെ ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നത്. സ്വാഭാവികമായും വലിയ ചർച്ചയും വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ഒക്കെ ചെയ്യും. എന്താണ് അവർ വിശദീകരിക്കുന്നത്? റിജിത്ത്, ഈ കടുവ സ്ത്രീയെ ആക്രമിച്ച കാര്യം, ഒപ്പം തന്നെ ഇന്ന് ദൗത്യ സംഘത്തിലെ ഒരാളെ ആക്രമിച്ച കാര്യം ഉൾപ്പെടെ മേനകാ ഗാന്ധിയോട് സംസാരിച്ചിരുന്നു. അവർ നേരത്തെ തന്നെ ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി തന്നെ കേരളത്തിൽ നടക്കുന്ന ഈ ദൗത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ വിവരം അവർക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ ആകില്ല എന്നും കേരളത്തിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്നും മേനകാ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം NCTA ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉണ്ട്. കടുവയെ പിടികൂടാം, എന്നാൽ വെടിവെച്ച് കൊല്ലാൻ ആകില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിലും വ്യക്തമാക്കുന്നതെന്നാണ് മേനകാ ഗാന്ധി പറയുന്നത്. ഏത് മൃഗത്തെയായാലും അതിനെ കൊല്ലണം എന്ന ആഗ്രഹമാണ് മലയാളികൾക്ക് എന്ന കടുത്ത വിമർശനവും മേനകാ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. ആനയായാലും കടുവയായാലും കാട്ടുപന്നിയായാലും നായയായാലും അതിനെ കൊല്ലണം എന്നാണ് കേരളീയർക്ക് ഇഷ്ടം. കടുവ ദേശീയ സമ്പത്താണ്. കൂടാതെ വയനാട്ടിൽ നിലവിലുള്ളത് ഇപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നത് ഒരു പ്രായമായ പെൺകടുവയാണ്. അതുകൊണ്ട് തന്നെ അതിനെ വളരെ എളുപ്പം പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് മേനകാ ഗാന്ധി പറയുന്നത്. അതിനെ പിടികൂടുകയാണ് വേണ്ടത് എന്നും മറിച്ച് വെടിവെച്ച് കൊല്ലുകയല്ല എന്നുമാണ് അവർ വ്യക്തമാക്കുന്നത്. കൂടാതെ ഈ ദൗത്യ സംഘാംഗത്തെ ആക്രമിച്ച കാര്യം ശ്രദ്ധയിൽപ്പെടുത്തും ഘട്ടത്തിൽ നിരവധി പേർ ഈ കടുവയെ വളഞ്ഞ ഘട്ടത്തിലാണ് അത് അത്തരത്തിൽ ആക്രമിച്ചത്. അത് ഒറ്റപ്പെട്ട ഒരു കടുവയാണ്, പ്രായമായ കടുവയാണ്. അതുകൊണ്ട് തന്നെ മാനസികമായുള്ള അത്തരം ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ സംഘാംഗത്തെ ആക്രമിക്കാൻ ഇടയാക്കിയത് എന്നാണ് മേനകാ ഗാന്ധി വിശദീകരിക്കുന്നത്. വന്യജീവി മനുഷ്യ സംഘർഷത്തിന് കേരളം വർദ്ധിച്ചു വരുന്ന കാര്യവും തുടർച്ചയായുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിന് കാരണമായി മേനകാ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലെ വനം കയ്യേറ്റമാണ്. ഇപ്പോഴും കർഷകർ കടുവയുടെ ആഹാരമായ കാട്ടുപന്നിയെ കൊലപ്പെടുത്തുന്നത് കൊണ്ടാണ് ആഹാരത്തിന് വേണ്ടി കടുവയ്ക്ക് പുറത്ത് ഇത്തരത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത് എന്നും ജനങ്ങൾ വനത്തിൽ നിന്നും കുടിയിറങ്ങുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള അല്ലെങ്കിൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഏക പരിഹാരം എന്നുമാണ് മേനകാ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ചില കണക്കുകളും നിരത്തുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ 6 ലക്ഷം ഹെക്ടറിലധികം വനം വെട്ടി നശിപ്പിച്ചു എന്നും കേരളത്തിൽ എപ്പോഴും നടപ്പാക്കുന്നത് ആൾക്കൂട്ട നിയമമാണ് എന്നുമാണ് മേനകാ ഗാന്ധി പറഞ്ഞത്. ഒപ്പം തന്നെ ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ ഇന്നിനെ കുറിച്ച് മാത്രം ആലോചിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിൽ തുടർച്ചയായുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നത് എന്ന കടുത്ത വിമർശനവും മേനകാ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. റിജിത്ത്, ശരി, കേരളത്തിൻ്റെ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്നാണ് മേനകാ ഗാന്ധി പറയുന്നത്. വലിയ വിമർശനം ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ബോക്സിൽ ആളുകളുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുകയാണ് വേണ്ടത് എന്ന കാര്യം ഒരുപാട് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. SK എവിടെ പോയി എന്ന് ഷാനുവിനെ പോലുള്ള പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇന്ന് ഔദ്യോഗികമായ ചില തിരക്കുകളുണ്ട്, അതുകൊണ്ടാണ് ഈ പരിപാടിയുടെ ഭാഗമാകാത്തത്. നാളെ മോർണിംഗ് ഷോയിൽ അദ്ദേഹം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുകയും ചെയ്യും.